നമുക്കിപ്പം മിനിസ്റ്റർ കെ രാജൻ ചേരുന്നുണ്ട്, റവന്യൂ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം അരുൺ. നമസ്കാരം. എനിക്കൊന്നു തുടർച്ചയായിട്ട് തണുപ്പിലും മഴയിലും ഒക്കെ ശബ്ദം കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചെറിയ പ്രയാസമുണ്ട്. ഓക്കെ, എന്നാലും പ്രയാസമില്ല, പറഞ്ഞോളൂ. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് പ്രയാസമല്ലേ മിനിസ്റ്റർ? ഇപ്പോൾ ഞങ്ങളൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനത് മിനിസ്റ്റർ സൂചിപ്പിച്ചിരുന്നു. ഒരു 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടി വീടുകൾ വിട്ടു നൽകാൻ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വന്ന കോൾ കൂടി ആയപ്പോൾ 30 പേരായിട്ടുണ്ട്. അത്രേ ആയിട്ടുള്ളൂ. നമ്മളൊരു 50 പേരെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയത്. ഇനിയൊരു 12-14 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ആ ലിസ്റ്റ് ഞങ്ങൾ മിനിസ്റ്റർക്ക് തരാം. ഇതെല്ലാവരും ഞങ്ങൾ പരിശോധിച്ച വീടാണ്. ഞങ്ങളുടെ സംഘം അവിടെ പോയി പരിശോധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കുറച്ച് ദൂരെയുള്ള വീടുമുണ്ട്, മേപ്പാടി പഞ്ചായത്തിലുള്ള വീടുകളുമുണ്ട്. നിങ്ങളുടെ പരിശോധനയിൽ ഇല്ലാത്ത വീടുകളാണെങ്കിൽ അത് തീർച്ചയായിട്ടും മിനിസ്റ്റർക്കും സർക്കാരിനും അത് ഉപയോഗിക്കാം. മിനിസ്റ്റർ അരുൺ, ഇന്നലെ നമ്മുടെ ഈ ജില്ലയിലുള്ള മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാന്മാരും ബ്ലോക്ക് പ്രസിഡന്റുമാരുമായി ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ മന്ത്രിതല ഉപസമിതി പൂർണ്ണമായിട്ടുള്ള ചർച്ച നടത്തി. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചൊരു കാര്യം, നമുക്ക് കിട്ടാവുന്ന പരമാവധി വീടുകൾ സൗജന്യമായി കിട്ടാവുന്ന, അങ്ങനെ സർക്കാർ വാടക കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതും ഉൾപ്പെടെ നമുക്കിപ്പോൾ സ്കൂളുകളിലിരിക്കുന്ന ഈ ആളുകളെ ഇനിയും ദീർഘമായൊരു കാലം അവിടെ നിർത്താനാകില്ല. കാരണം അവർ മനുഷ്യരാണ്, അവരുടെ സ്വകാര്യതകളുണ്ട്. ആ സ്വകാര്യതകൾ കൂടി നിലനിർത്തിക്കൊണ്ട് എവിടെയെങ്കിലും താമസിപ്പിക്കണം. താൽക്കാലികമായൊരു വാടക വീട് എന്ന ആശയമാണുള്ളത്. ഞങ്ങൾ ഇന്നലെ ക്യാമ്പിലെ ചുമതലക്കാരുടെ യോഗം പ്രത്യേകമായി ചേർന്നു. അവിടെ നിന്ന് ബന്ധുവീടുകളിലേക്ക് പോകേണ്ടവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവർക്ക് പോകാൻ അനുവദിക്കാം. അല്ലാത്തവർ എവിടെയാണോ നമുക്ക് താമസിപ്പിക്കേണ്ടത് ആ ലിസ്റ്റിലേക്ക് തയ്യാറാക്കാം. ഞാൻ റിപ്പോർട്ടറിലൂടെ ഒരു കാര്യം, ഇത് കാണുന്ന ക്യാമ്പ് അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ പറയട്ടെ, ക്യാമ്പിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതും വീട് ലഭ്യമാകുന്നതും ഒരേ കാറ്റഗറി അല്ല. വീണ്ടും പറയട്ടെ, ആരാണോ എഫക്റ്റഡ് പേഴ്സൺസ് അവർക്കെല്ലാവർക്കും വീടുണ്ടാകും. ആർക്കൊക്കെയാണോ വീട് നഷ്ടപ്പെട്ടത് അവർക്കെല്ലാവർക്കും വീടുണ്ടാകും. അതിന് സഹായകരമാകുന്ന വിധത്തിൽ ക്യാമ്പിൽ ഞങ്ങൾ ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ വീട് കിട്ടിയില്ലെങ്കിലോ, ക്യാമ്പിന് പുറത്ത് ഞങ്ങൾ ബന്ധുവീടുകളിൽ താമസിച്ചാൽ ചിലപ്പോൾ വീട് കിട്ടിയില്ലെങ്കിലോ, ഞങ്ങൾ വാടക വീട്ടിലേക്ക് പോയാൽ എല്ലാ ദിവസവും വാടക വീടുകാരായി പോകുമോ, ഞങ്ങൾക്ക് സ്ഥിരം വീടുകളുടെ സംവിധാനത്തിൽ കിട്ടാതിരിക്കുമോ? ഈ പേടി വേണ്ട എന്ന റിപ്പോർട്ടറിലൂടെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയട്ടെ, എഫക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് തന്നെ നിർമ്മിച്ചു കൊടുക്കും. അതിലൊരു തർക്കവും ഉണ്ടാകേണ്ട കാര്യമില്ല, ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. ആ പേടി വേണ്ട. അപ്പോൾ നമുക്കതെടുത്താൽ പിന്നെ വരാവുന്ന നമ്പർ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ റിപ്പോർട്ടർ നൽകിയൊരു സേവനം ഉണ്ടല്ലോ, വളരെ സുത്യർഹമാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, വാടക വീടുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കാം. താൽക്കാലികമായി അങ്ങോട്ട് പോകാനുള്ളൊരു ആലോചന നടത്തേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഞങ്ങളൊരാശയം കൂടി വയ്ക്കുന്നുണ്ട്, ഒരു ട്രാൻസിസ്റ്റ് ഹൗസുകൾ. അതിനുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊരു ആലോചന നടത്തി വരികയാണ്. അപ്പോൾ വല്ലാതെ കാലതാമസം അവർക്ക് വേണ്ടി വരില്ല. സൗജന്യമായ വീടുകൾ, PWDയുടെ നേതൃത്വത്തിൽ കണ്ടെത്തുന്ന ക്വാർട്ടേഴ്സുകൾ, പിന്നെ സർക്കാർ വാടക കൊടുത്ത് താമസിക്കേണ്ട വീടുകൾ, ഇതിലേക്ക് ആദ്യഘട്ടത്തിൽ മാറ്റും. ട്രാൻസിസ്റ്റ് ഹൗസുകൾ സാധ്യമായാൽ അതിലേക്ക് കൊണ്ടുപോകും. പിന്നീട് നമ്മളെല്ലാവരും, ഞങ്ങൾ എന്ന് പറയുന്നില്ല, നമ്മളെല്ലാവരും കൂടി തയ്യാറാക്കുന്ന ഒരു ടൗൺഷിപ്പിലേക്ക് ഇവർ മാറ്റുക എന്ന ആത്യന്തികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ മുന്നോട്ട് പോകും.